ഞാനിപ്പോൾ ഉള്ളത് ബീച്ച് സൈഡിലെ ഒരു കൊച്ചു ടൗണിലാണ്. 4000-ന് താഴെ മാത്രം പോപ്പുലേഷനുള്ള റഗ്ലാൻ എന്ന് വിളിക്കുന്ന ഒരു കൊച്ചു ടൗണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കേറുമ്പോൾ തന്നെ നമുക്ക് വിസിറ്റർ ഇൻഫർമേഷൻ ബോർഡൊക്കെ കാണാം. എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയൊരു പോപ്പുലേഷൻ ആയിട്ട് കൂടി ഇലക്ട്രിക് കാർ ചാർജ് ചെയ്യാനുള്ള പോർട്ട് വരെ ഇവിടെയുണ്ട്. ദേ ഈ കാണുന്നതാണ് ഈ ഒരു ചെറിയൊരു ടൗൺ. വളരെ ചെറുതാണെങ്കിൽ കൂടി നല്ലൊരു രസമാണ് ഈ ഒരു ടൗൺ കാണാനായിട്ട്. ഈ റെഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് മുനിസിപ്പൽ ബിൽഡിംഗ് ആണ്. 1928 ഇത് ഓപ്പൺ ആക്കിയത്. കൗൺസിൽ മെമ്പേഴ്സും ഒക്കെ ഓഫീസൊക്കെ ഉള്ള ഇവിടെയാണ്. നല്ല നല്ല കുറേ റെസ്റ്റോറൻറ്റ്സ് നമുക്കിവിടെ ഈ ഒരു ടൗണിൽ കാണാട്ടോ. ഒരു ചെറിയൊരു ടൗൺ ആയിട്ട് കൂടി. പിന്നെ സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റ്സും ഫില്ലായിരിക്കും. ഞാൻ നടന്നു വന്നപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ട്. പക്ഷേ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഈ കാണുന്ന പോലുള്ള ഒത്തിരി ഷോപ്പുകൾ ഇവിടെയുണ്ട്. ഇതൊരു ബീച്ച് സൈഡ് ടൗൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റഗറിയിലുള്ള ഒത്തിരി ഷോപ്പുകൾ നമുക്കിവിടെ കാണാം. ഈ ഫിഷിംഗ് എക്യുപ്മെൻറ്റ്സും സർഫിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഷോപ്പുകളൊക്കെ നമുക്കിവിടെ കാണാം. ഈ ഒരു ഏരിയയിൽ കുറേ ന്യൂ ബിൽഡ് ഹോംസ് ഒക്കെ ഉണ്ട്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാം ന്യൂ ബിൽഡ് ഹോംസാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് സെൻറ്റ് ജോൺസിൻ്റെ ഒരു ബിൽഡിംഗ് ആണ്. സെൻറ്റ് ജോൺസ് നല്ല ആക്റ്റീവായിട്ടുണ്ട് ഇവിടെ. മെഷീനും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നടക്കുന്നത് ഹെലിപാഡിലേക്കാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 4000 താഴെ ആൾക്കാരേ ഉള്ളൂ. പക്ഷെ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ എയർ ലിഫ്റ്റ് ചെയ്തിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് നമുക്ക് എത്തിക്കാം. റീസെൻ്റ് ആയിട്ടൊരു ഇൻസിഡൻറ്റ് ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നു. ഇങ്ങനെ സർഫ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു അപകടത്തിൽപ്പെട്ട ഒരാളെ എയർ ലിഫ്റ്റ് ചെയ്ത് വൈക്കാട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചെന്ന് പറഞ്ഞിട്ട്. ഒരു ഹെലിപാഡ് ഞാൻ അടുത്ത് കാണുന്നത് ഇതാദ്യമാണ്. ഞാനിനി നിങ്ങളൊരു മോണ്യുമെൻ്റ് കാണിച്ചു തരാം. അത് പണ്ട് ഇവിടുത്തെ ആൾക്കാർ യുദ്ധത്തിൽ പങ്കെടുത്ത് ഒരുപാട് പേരുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടവരെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു മോണ്യുമെൻ്റാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് അടുത്ത് കാണിച്ചു തരാം. ഒരുപാട് പേരുടെ പേരും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മരിച്ച, അതായത് യുദ്ധത്തിലും പീസ് കീപ്പിംഗ് മിഷനിലൊക്കെ മരിച്ച ആൾക്കാരെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പബ്ലിക് ഹോളിഡേ തന്നെ ഉണ്ട്. അതായത് ഏപ്രിൽ 25 ആൻസാക് ഡേ എന്നാണ് അതിന് പറയുന്നത്. അതിന് പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സാക്രിഫൈസ് ചെയ്തിട്ടുള്ള, വാറിലൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള സോൾജേഴ്സിനെയൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ദിവസമാണ്. ഈ കാണുന്നത് ഒരു ലൈബ്രറിയാണ്. നമുക്കിവിടെ നിന്ന് ബുക്സും എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസും ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാം. അതുമാത്രമല്ല, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പല പല ഇവൻറ്റ്സും ഇവർ ഓർഗനൈസ് ചെയ്യാറുണ്ട്. സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടും നിറച്ചും ഷോപ്സാണ്, ചെറിയ ചെറിയ ഷോപ്സും. അവർ പല പല സാധനങ്ങൾ അവർ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളും വിൽക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഓഫറും ഞാൻ അവിടെ കണ്ടായിരുന്നു. 40% ഓഫർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടായിരുന്നു. ടൗൺ ആണെങ്കിൽ കൂടിയും ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളും ഒക്കെ അവർ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയ ഒത്തിരി ക്ലബ്ബുകൾ ഇവിടെയുണ്ട്. അതൊക്കെ ഈ ഒരു സമയത്ത് നല്ല തിരക്കാണ് ഇവിടെയൊക്കെ. തിരക്കാണെങ്കിൽ കൂടി വലിയൊരു ഒച്ചയോ ബഹളമോ ഒന്നും ഞാൻ കേട്ടില്ല. അതേ വീണ്ടും ഒരു മെഷീൻ ഇവിടെ ഉണ്ട്. ടൗൺ അങ്ങനെ നല്ല ബിസിയിൽ നിൽക്കുന്ന സമയമാണ്. നമ്മളിനി പോകാൻ പോകുന്ന ഒരു ആംഗ്ലിക്കൻ ചർച്ചിലേക്കാണ്. ഇതാണ് ആ ചർച്ച്. എനിക്ക് തോന്നുന്നു ഒരു 1860s തോന്നുന്നു ഈ ആംഗ്ലിക്കൻ ചർച്ച് ബിൽറ്റായെന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. പക്ഷെ എന്നാലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഈ ചർച്ച്. സൺഡേയിൽ മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു സർവീസായിട്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പഴയൊരു ഫോട്ടോ ഞാൻ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. വലിയ മാറ്റങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. കാരണം ഇത്രയും വർഷം പഴക്കമുള്ളപ്പം ഒരുപാട് റീകൺസ്ട്രക്ഷനൊക്കെ വരാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ വലിയൊരു മാറ്റമൊന്നും ഞാൻ കണ്ടില്ല. എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡേഴ്സ് പഴമയെ എപ്പോഴും സ്നേഹിക്കുന്ന ഒരാൾക്കാർ തന്നെയാണ്. ഞാനിപ്പോൾ പോകുന്നത് 19th സെഞ്ച്വറിയിൽ കൺസ്ട്രക്റ്റ് ചെയ്യപ്പെട്ട ബോ സ്ട്രീറ്റ് ജെട്ടിയിലേക്കാണ്. ഈ ഒരു സ്ഥലം പണ്ടൊക്കെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്, അതായത് എക്സ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് ടിമ്പറായാലും അഗ്രികൾച്ചർ പ്രോഡക്റ്റ്സ് ആയാലും ഒക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുത്ത ഒരു ഹബ്ബ് തന്നെയാണിത്. ഈ ഒരു കൊച്ചു ടൗണിനെ പണ്ടൊക്കെ പല ടൗണുകളായിട്ടും സിറ്റീസൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ച ഒരു സ്ഥലമാണ് ഇത്. ഇപ്പോൾ ഇതൊരു നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റേ ഉള്ളൂ നമ്മുടെ ബീച്ചിലേക്ക്. അപ്പോൾ ഞാനതൊരു അടുത്തൊരു വീഡിയോ ആക്കി ഇടാനാണ് ഞാനിങ്ങനെ വിചാരിച്ചേക്കുന്നത്. റഗ്ലാൻ ചുറ്റി നടന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഭാവിയിൽ അതായത് റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള നമ്മൾ മലയാളികൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ മനോഹരമായ സ്ഥലത്തേക്ക് വന്ന് സെറ്റിൽമെൻ്റ് ആകും എന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. കാരണം
ന്യൂസിലാൻഡിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ടൗണുകളാണ് സിറ്റിയേക്കാളും.